സിദ്ദീഖ് കൊച്ചിയിൽ തന്നെയുണ്ട്. നടൻ ബന്ധുക്കളുടെ വീട്ടിലുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന സൂചന. അതേസമയം സിദ്ദീഖ് അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുവെന്നും കണ്ടെത്തലുണ്ട്. സിദ്ദീഖിന്റെ കാർ പൊന്നാനി വെളിയങ്കോട് വരെ സഞ്ചരിച്ച ശേഷം GPS ഓഫായി. GPS വിച്ഛേദിച്ച കാർ ഇന്നലെ ആലുവയിലെ വീട്ടിൽ കണ്ടെത്തി. പോലീസിനെ വഴിതെറ്റിക്കാൻ സിദ്ദീഖ് സഹായികളെ ഉപയോഗിച്ചു എന്നാണ് നിഗമനം. സൈഫുന്നിസ അലിയാർ വിവരങ്ങളുമായി. സൈഫുന്നിസ, ഇപ്പോൾ അന്വേഷണ സംഘം ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. സിദ്ദീഖിന് അങ്ങനെ വട്ടം കറക്കാൻ കഴിയുന്നു എന്നാണോ മനസ്സിലാക്കാനാകുന്നത്? സിദ്ദീഖ് കൊച്ചിയിൽ തന്നെ എന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇതുവരെ പിടികൂടാനാകാതെ നിസ്സഹായാവസ്ഥയിലാണോ SIT? തീർച്ചയായും സ്മൃതി, ഈ സിദ്ദീഖിനെ പിടികൂടാനുള്ള സമ്മർദ്ദം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുകളിൽ ഏറുകയാണ്. കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. ഇതിന് പിന്നാലെ തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ പോലീസ് തീരുമാനിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും സിദ്ദീഖ് ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. പിന്നീട് സിദ്ദീഖിനായി പല സ്ഥലങ്ങളിൽ വലവിരിച്ചു. പക്ഷേ അന്വേഷണ സംഘത്തിനെ കണ്ടെത്താനായില്ല. ഇതിനിടയിലാണ് സിദ്ദീഖ് ജില്ല വിട്ടു എന്ന തരത്തിലേക്ക് പോലീസിന്റെ ഒരു നിഗമനത്തിലേക്ക് വരുന്നത്. അതിന് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സിദ്ദീഖിന്റെ കാറിന്റെ GPS സിഗ്നൽ വഴി നടത്തിയ പരിശോധനയിൽ കാറ് വടക്കൻ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് അറിയുകയും പിന്നീട് പോലീസ് ഇത് തേടി പോവുകയും ചെയ്തു. പക്ഷേ പൊന്നാനി വെളിയങ്കോട് വെച്ച് GPS സിഗ്നൽ ഓഫായി. പിന്നീട് ഒരു സൂചനയും പോലീസിന് ലഭിക്കുകയും ചെയ്തില്ല. ഇതേ തുടർന്നാണ് ഇന്നലെ സ്പെഷ്യൽ ബ്രാഞ്ച് വീടുകളിൽ വെച്ച് നടത്തിയ ഒരു പരിശോധനയിൽ ആലുവയിലെ വീട്ടിൽ ഈ കാറ് കണ്ടെത്തുകയും കാറിൽ നടത്തിയ പരിശോധനയിൽ GPS വിച്ഛേദിച്ച നിലയിലുമായിരുന്നു. ഇതിൽ നിന്ന് പോലീസ് അനുമാനിക്കുന്നത് അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനായി സിദ്ദീഖ് ശ്രമിച്ചു എന്നുള്ളതാണ്. സഹായികളെ വിട്ട് വാഹനം പൊന്നാനി ഭാഗത്തേക്ക് ഓടിച്ചുകൊണ്ട് പോവുകയും അവിടെ വെച്ച് GPS വിച്ഛേദിച്ച ശേഷം തിരിച്ച് വാഹനം കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു എന്നുമാണ്. ഈ നിലവിലെ അന്വേഷണത്തിൽ നിന്ന് കൊച്ചി വിട്ട് സിദ്ദീഖ് പോയിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ബന്ധുവിൻ്റെ വീട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ സിദ്ദീഖിൻ്റെ കാറുകളെല്ലാം തന്നെ പടമുകളിലും ആലുവയിലുമായ വീടുകളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധുവിൻ്റെ തന്നെ വാഹനത്തിലാകാം സിദ്ദീഖ് സഞ്ചരിക്കുന്നത് എന്നുമാണ് അന്വേഷണ സംഘത്തിൻ്റെ അനുമാനം. ഇത് കൂടാതെ തന്നെ സുപ്രീം കോടതി നാളെ കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. നാളെ കേസിൻ്റെ പരിഗണനയിൽ വരികയും വാദങ്ങളും എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും വീണ്ടും കാലതാമസം വരും. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി കാത്തു നിൽക്കാതെ തന്നെ അതിനുള്ളിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കണമെന്നുള്ള രീതിയിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ സിദ്ദീഖ് കൊച്ചിയിലുണ്ട് എന്ന വിവരത്തിലേക്ക് എത്തുമ്പോൾ സിദ്ദീഖ് എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. സ്മൃതി, ശരി. സൈഫുന്നിസ അലിയാറാണ് വിവരങ്ങൾ നൽകുന്നത്. സിദ്ദീഖ് ഇവിടെ തന്നെയുണ്ട്, കൊച്ചിയിൽ തന്നെയുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നു. പക്ഷേ പിടിക്കാനാകുന്നില്ല എന്ന് നിസ്സഹായപ്പെടുകയാണ്.